നമസ്കാരം. നമസ്തേ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 60 വർഷത്തെ ദ്രവീഡിയൻ പൊളിറ്റിക്കൽ ഐഡിയോളജി മാറ്റിവെച്ചുകൊണ്ട് ടി.വി.കെ എന്ന് പറഞ്ഞ പാർട്ടി 108 സീറ്റുമായി 2026 അധികാരം ഏൽക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കലും ബി.ജെ.പിക്ക് എന്താ പറയുക, സ്വപ്നത്തിൽ പോലും കിട്ടില്ല എന്ന് പല ആൾക്കാരും പറഞ്ഞ വെസ്റ്റ് ബംഗാൾ ഈ പറഞ്ഞ പോലെ 2016 3 സീറ്റും 2021 77 സീറ്റും പിന്നീട് 2026 എത്തുമ്പോൾ 207 സീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് വെസ്റ്റ് ബംഗാളും ബി.ജെ.പി പിടിച്ചടക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാണ്ടാകുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഏറ്റവും അവസാനമായിട്ടുണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു. പക്ഷേ ആ പാർട്ടിയും അതിദയനീയമായി വിട്ടുപോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ സോഷ്യലിസ്റ്റ് ഒരുപാട് പാർട്ടികളുണ്ടായിരുന്നു. മുമ്പ് ജയപ്രകാശ് നാരായണൻ്റെയും റാം മനോഹർ ലോഹിയ തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാരുടെ സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഒരു ഭാഗത്ത് ഇല്ലാണ്ടാകുന്നു, മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാണ്ടാകുന്നു. ഇതുകൂടാതെ തന്നെ പലതരത്തിൽ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ, BSP പോലത്തെ പാർട്ടികൾ ഇല്ലാണ്ടാകുന്നു. അപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ പല പാർട്ടികളും ഡിക്ലൈൻ ആയി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സാർ എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത്? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഫൗസ് ഇപ്പൊ ചോദിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തില് ഒരു നിശബ്ദമായ വിപ്ലവം, ഒരു വലിയ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതൊരു കൊടുങ്കാറ്റാണ്. പക്ഷെ ആ കൊടുങ്കാറ്റ് പലരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും നോക്കുന്നത് BJPക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ, BJPയുടെ സ്വാധീനം കൂടിയോ കുറഞ്ഞു, കോൺഗ്രസ് തിരിച്ചു വരുന്നോ ഇല്ലയോ, ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് ചെറിയ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് വലിയ രാഷ്ട്രീയ മാറ്റം ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും അതിന് മുമ്പ് തന്നെ തുടങ്ങി. ഇപ്പം കേജ്രിവാള് അധികാരത്തിലേക്ക് വന്ന ഒരു നീക്കം ഉണ്ടല്ലോ, വളരെ പെട്ടെന്നല്ലായിരുന്നു. ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം, അണ്ണാ ഹസാരയുടെ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ഡൽഹിയിൽ പെട്ടെന്ന് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രസ്ഥാനം പെട്ടെന്ന് അങ്ങ് വളരുകയാണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് കേജ്രിവാൾ അധികാരത്തിലേക്ക് എത്തിയത്. പിന്നെ ഇന്ന് ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സംഭവിച്ച രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത് വേണ്ട രീതിയിൽ നമ്മൾ വിശകലനം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ ആകട്ടെ, രാഷ്ട്രീയ നിരീക്ഷകരാകട്ടെ, അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രമീമാംസ വിദഗ്ധരാവട്ടെ, ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടോ ഒരു അനുമാനത്തിലോ എത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം, ആ സമരത്തിലൂടെ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും എന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒറ്റ അടിക്ക് ഒരു സുപ്രഭാതത്തിൽ ആണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോ മാറ്റങ്ങൾ നമ്മുടെ കണ്ണിൽ പെടുന്നില്ല. അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണം നടത്തുന്ന മാധ്യമങ്ങളോ, അല്ലെങ്കിൽ അതായത് ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്ന മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ ഒന്നും തന്നെ പലതും ശ്രദ്ധിക്കുന്നില്ല. അവര് ഇത്തരം പ്രൊഡിക്ഷൻസിൽ മാധ്യമങ്ങൾ കുറച്ചു നാൾ മുമ്പ് തന്നെ പരാജയപ്പെട്ടിരുന്നു. പണ്ടൊക്കെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറയുമായിരുന്നു എന്താണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അധികാരത്തിന് വന്നതിന് ശേഷം ഇത്തരം പ്രവചനങ്ങളിൽ മാധ്യമങ്ങൾ കംപ്ലീറ്റ് പരാജയപ്പെട്ടു. അത് എനിക്ക് തോന്നുന്നു മോദി ഒരു വലിയ പോളറൈസിങ് ഫോഴ്സാണ്. ഒന്നുകിൽ അദ്ദേഹത്തിനെ കണ്ണുമടച്ച് പിന്താങ്ങുന്നവർ, അദ്ദേഹത്തിനെ ദൈവം പോലെ കരുതുന്നവർ, അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ അന്ധമായിട്ട് എതിർക്കുന്നവർ. ഈ 2 വിഭാഗമായിട്ട് ഇന്ത്യ വേർതിരിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പലതും പലരുടെയും കണ്ണിൽപ്പെടാതായി. പിന്നെ മാധ്യമങ്ങൾക്ക് ഇന്ന് പലയിടത്തും അധികാര കേന്ദ്രങ്ങളിൽ എത്താനുള്ള അവസരം വളരെ കുറവാണ്. ഇപ്പൊ മോദി പത്രക്കാരെ കാണുന്നില്ല, ഒറ്റ പത്രസമ്മേളനം നടത്തിയിട്ടില്ല ഇതുവരെ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുതമായിരിക്കും. അദ്ദേഹം മോണലോഗുകളിലൂടെയാണ് ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് എവിടെയോ ആ തന്ത്രത്തിനൊക്കെ ഒന്ന് പിഴയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ പിന്നെ 100% അനുകൂലിച്ചിരുന്ന അർണബ് ഗോസ്വാമിയെ പോലുള്ള പത്രക്കാരെ ഇടയ്ക്കൊക്കെ വിമർശിക്കാൻ തുടങ്ങി. പിന്നെ BJPയുടെ ഹിന്ദുത്വ ഐഡിയോളജി അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ ആനന്ദ രംഗരാജൻ, അതല്ലെങ്കിൽ
സായി ദീപക്, അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ പലപ്പോഴും BJPയുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പം അത് സമൂഹത്തിൽ നടന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ, തമിഴ്നാട്ടിൽ പിന്നെ വിജയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല. അണ്ണാമലയെ പോലെ BJPയുടെ ഒരു മുന്നേറ്റത്തിന് കാരണമായ ഒരു രാഷ്ട്രീയ നേതാവ് BJPയിൽ നിന്ന് രാജിവെച്ചു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊക്കെ അമിത്ഷായുടെ തന്ത്രമെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങ് പിന്നെ അമിത്ഷായെയും മോഡിയെയും പ്രകീർത്തിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റേണ്ട കാര്യമില്ല. നിഷ്പക്ഷമായ ഒരു നിരീക്ഷണമാണ് നടത്തേണ്ടത്. അതുപോലെ തെലങ്കാനയിൽ കോൺഗ്രസ് തിരിച്ചു വന്നതും വലിയൊരു അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ TRS, ചന്ദ്രശേഖർ റാവുവിന്റെ TRS, അതിന് ബദലായിട്ട് BJP, ഇങ്ങനെയായിരുന്നു അവിടുത്തെ രാഷ്ട്രീയം മുന്നോട്ട് വന്നത്. അതിനിടയിൽ പെട്ടെന്ന് കോൺഗ്രസ് ഒരു മുന്നേറ്റം നടത്തി. അതും ആരും പ്രതീക്ഷിച്ചില്ല. ഒഡീഷയിൽ BJP അധികാരത്തിൽ വന്നു. അത് പിന്നെ കുറെയൊക്കെ പ്രതീക്ഷിച്ചതാണ്, കാരണം പടിപടിയായിട്ട് BJP അവിടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയായിരുന്നു. പക്ഷെ എങ്കിലും അങ്ങനെ സംഭവിച്ചു. ആസാമും ബംഗാളും BJPയുടെ കോട്ടകളായി മാറി. അവിടെ BJPയിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് മോദിയുടെ പ്രഭാവത്തിനപ്പുറം സ്വന്തം വ്യക്തിപ്രഭാവത്താൽ വോട്ട് പിടിക്കാൻ കഴിയുന്ന നേതാവാണ് ഹൈമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം മോദിയേക്കാൾ ഒരു പടി കടന്ന ഹിന്ദുത്വ, കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അതുപോലെ തന്നെയാണ് ശുഭേന്ദു അധികാരി. അപ്പോ സാധാരണഗതിയിൽ എപ്പോഴും ദുർബലരായ നേതാക്കന്മാരെ അധികാര സ്ഥാനത്തിൽ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ ശക്തി നിലനിർത്തുക എന്നൊരു തന്ത്രമാണ് മോദി അമിത്ഷായും ഒക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ ബംഗാളിന്റെ കാര്യം വന്നപ്പോ ഒരു കാരണവശാലും അവർ വിചാരിച്ചാൽ പോലും ശുഭേന്ദു അധികാരിയെ മാറ്റാൻ പറ്റില്ല. ഹൈമന്ത ബിശ്വ ശർമ്മ ഇല്ലാത്ത ഒരു ഭരണകൂടം ആസാമിൽ സൃഷ്ടിക്കാൻ BJPക്ക് കഴിയില്ല. അപ്പൊ ശക്തരായ പ്രാദേശിക നേതാക്കന്മാർ ഉയർന്നു വന്നു. അതുപോലെ തന്നെ UPയിലെ നമ്മൾ എടുത്തു നോക്കിയാൽ യോഗി ആദിത്യനാഥ് UPയിലെ ആധുനിക കാലഘട്ട UPയിലെ തുടർച്ചയായിട്ട് 2 വട്ടം അധികാരത്തിലെത്തിയ ആരുമില്ല. അത് യോഗി ആദിത്യനാഥാണ്. അതേസമയം ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ മോദിക്ക് അവിടെ നിന്ന് കിട്ടിയ ഭൂരിപക്ഷമൊക്കെ വളരെ കുറഞ്ഞു. മോദിയുടെ സ്വന്തം ഭൂരിപക്ഷവും കുറഞ്ഞു, BJPയുടെ MPമാരുടെ എണ്ണവും കുറഞ്ഞു. 32 യോഗി ആദിത്യനാഥ് തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്നും 32 പേരെ BJPയുടെ കേന്ദ്ര നേതൃത്വം മാറ്റുകയും സ്വന്തം നോമിനികളെ വെക്കുകയും ചെയ്ത ആ 32 പേരും പരാജയപ്പെട്ടതായിട്ടാണ് ചില വാർത്തകൾ. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത്ര അടുത്ത സുഹൃത്തുക്കളല്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കാരണം യോഗി ആദിത്യനാഥ് RSSന്റെയോ BJPയുടെ ഒരു ഇക്കോസിസ്റ്റത്തിൽ കൂടെ വന്ന ആളല്ല. അത് പലരും വിചാരിക്കും അങ്ങനെയല്ല. അദ്ദേഹത്തിന് പഠിക്കുന്ന കാലത്ത് മാത്രമേ അദ്ദേഹം സംഘപരിവാറുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് ABVPയുടെ ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു. വലിയ നേതാവൊന്നും അല്ല. അദ്ദേഹം സ്വന്തമായിട്ട് ഹിന്ദു യുവവാഹിനി എന്നൊരു സംഘടന ഉണ്ടാക്കി ഗോരഖ്പൂർ മഠത്തിന്റെ അധിപതി, അതായത് മഠത്തിന്റെ തലവൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. സമാനതയുള്ള ഒരു ആശയത്തിന്റെ വക്താവ് എന്നുള്ള നിലയിൽ BJP ഈ ഗോരഖ്പൂർ ലോക്സഭാ സീറ്റ് മഠത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ മഠത്തിന് തന്നെ ഏതാണ്ട് 200ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ നടത്തുന്നു എന്നാണ് പറയുന്നത്. മൊത്തം അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ നേപ്പാളും കിഴക്കൻ UPയിലുമായിട്ട് 300ഓളം ആശുപത്രികള്, പോളിടെക്നിക്ക്, പിന്നെ കോളേജുകള്, സ്കൂളുകള്, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്ന, അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും പഠിക്കുന്ന, പിന്നെ ഇദ്ദേഹത്തിന്റെ നേരത്തെ ഇപ്പോഴും അദ്ദേഹം തന്നെ ആണെന്നാണ് തോന്നുന്നത്, ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഴുവൻ തലവനായിട്ടിരിക്കുന്ന ആൾ മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഇക്കോസിസ്റ്റത്തിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ വ്യത്യസ്തമായ ആ ഇക്കോസിസ്റ്റവും സംഘപരിവാറുമായിട്ട് യോജിച്ചിട്ടാണ് BJP UPയിൽ അധികാരം പിടിച്ചെടുത്തതും അധികാരത്തിൽ കൃത്യമായിട്ട് നിലനിർത്തുന്നതും ഒക്കെ. യോഗി ആദിത്യനാഥ് പലപ്പോഴും പല പരമ്പരാഗത BJP നേതാക്കന്മാർക്കും അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശക്തരായ പ്രാദേശിക നേതാക്കന്മാർ ഉയർന്നു വരുന്ന ഒരു പ്രവണത BJPയിലും കാണും. പിന്നെ എന്നോട് ആദ്യം ഇപ്പോൾ ഫവസ് സൂചിപ്പിച്ച പോലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യയിൽ നേതാണ്ട് അപ്രത്യക്ഷമായി. ഇപ്പൊ പണ്ട് ലാലു പ്രസാദ് യാദവും അതുപോലെ മുലായം സിംഗ് യാദവും ഒക്കെ സോഷ്യലിസ്റ്റുകളായിരുന്നു. അവർക്ക് മുമ്പ് സോഷ്യലിസ്റ്റുകളുടെ തുടക്കം എന്ന് പറയുന്ന ആചാര്യ നരേന്ദ്രദേവ്, അതിനുശേഷം രാം മനോഹർ ലോഹിയ,
അങ്ങനെ ഒരുപാട് നേതാക്കന്മാര് സോഷ്യലിസ്റ്റുകളായിട്ട് വടക്കേ ഇന്ത്യയിൽ വന്നു. തെക്കേ ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്ക് അധികാരത്തെ തന്നെ പിടിച്ചെടുക്കാൻ പറ്റി. കർണാടകത്തിലെ നമ്മുടെ പഴയ കർണാടക മുഖ്യമന്ത്രി ദേവഗൌഡ പിന്നീട് സോഷ്യലിസ്റ്റുകാരായിരുന്നു യഥാർത്ഥത്തിൽ ജനതാ പാർട്ടിയും ജനതാദളിന്റെയും നട്ടലൊക്കെ ആയിട്ടിരുന്നത്. കേരളത്തിൽ തന്നെ പിന്നെ പട്ടം താണുമുള്ള PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ഇരുന്ന അന്ന് പിന്നെ ഐക്യമുന്നണിയിലെ കോൺഗ്രസിനോടൊപ്പമുള്ള ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു PSP. അതൊക്കെ പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ കർണാടകത്തിലെ സിദ്ധരാമയ്യ സോഷ്യലിസ്റ്റുകളുടെ അവസാന നിരയിലുള്ള ആളാണെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയം വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയമല്ല, ഇലക്ഷൻ പൊളിറ്റിക്സ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയാണ്. സോഷ്യലിസ്റ്റുകൾ ഏതാണ്ട് ഇപ്പൊ ശരത് പവാറിന്റെ നാഷണൽ പിന്നെ NCP ഒക്കെ തന്നെ ഈ മഹാരാഷ്ട്രയിലും അതുപോലെ ഒരു വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അപ്പൊ അവരൊക്കെ തന്നെ പതുക്കെ അവസാന കാലഘട്ടത്തിൽ അവരുടെ ആ നയമൊക്കെ മാറി. സോഷ്യലിസ്റ്റുകളും ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കാലാവധി ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ കേരളവും ബംഗാളും ത്രിപുരയും മാത്രമാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ആന്ധ്ര പഴയ സംയുക്ത തെലുങ്കാനയും ആന്ധ്രയും ഉൾപ്പെടുന്ന അന്നത്തെ ആന്ധ്രാപ്രദേശിലെ ഒരു വലിയ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുപോലെ പഞ്ചാബിൽ വരെ എത്രയോ MLA-മാരുണ്ടായിരുന്നു. നിങ്ങൾ അത്ഭുതപ്പെടും, 1990-കൾ വരെ വാരണസിയെ റെപ്രസെന്റ് ചെയ്യുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM MP ആയി. 98 വരെ 2ാം സ്ഥാനത്തായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. 93, 91 എന്തോ അവിടെ ആണ് അവസാനമായിട്ട് ജയിക്കുന്നത്. UP-യുടെ കിഴക്കൻ ഭാഗത്തും ബീഹാറിലും ഒക്കെ വലിയ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നക്സലൈറ്റ് പ്രസ്ഥാനം അതായത് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ, അതല്ലെങ്കിൽ പിന്നെ ഇവര് എല്ലാം കൂടെ യോജിച്ച് ഇപ്പോൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയായിരുന്നു. അതെല്ലാം തന്നെ നക്സലൈറ്റുകൾ ഏതാണ്ട് ഇല്ലാതായി. റെഡ് കോറിഡോർ ഇല്ലാതായി. നക്സലൈറ്റ് ബാധിത ജില്ലകളുടെ എണ്ണം വളരെ കുറഞ്ഞു. വലിയ രാഷ്ട്രീയ മാറ്റം ഇന്ത്യയിൽ നടന്നു. അതിനിടയിൽ ഈ ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള സാമ്പത്തിക പുരോഗതിയുടെ ഭാഗമായിട്ട് പുതിയ ആസ്പിറേഷൻസ് ഉള്ള ആൾക്കാരാണ് ഇനിയിപ്പം രംഗത്ത് വരാൻ പോകുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ ഈ ഐഡിയോളജികൾക്കൊക്കെ പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ യുവതലമുറയ്ക്ക് വേറെ പ്രസക്തികളാണുള്ളത്. അപ്പോ അവരെ സ്വാധീനിക്കുന്ന വേറെ തരം ആശയങ്ങളാണ്. വലിയൊരു രാഷ്ട്രീയ മാറ്റം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇത് അവസാനമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ചോദ്യമുള്ളത്, ഇതെങ്ങനെയായിരിക്കും BJP-യെയും കേന്ദ്ര സർക്കാരിനെയും ബാധിക്കുക എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുമോ? അങ്ങനെയുള്ള ചില ഊഹാപോഹങ്ങൾ ഹിന്ദി ചാനലുകൾ ഇപ്പോൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം റീപ്ലേസ് ചെയ്യപ്പെടും 2029 ഇലക്ഷൻ എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ആരായിരിക്കും BJP-യുടെ പുതിയ നേതാവായിട്ട് വരുന്നത്? അത് യോഗി ആദിത്യനാഥ് ആണോ അതോ ഏതെങ്കിലും നേതാവാണോ? ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, ബംഗാളിൽ നിന്നും BJP-യുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. BJP-യുടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് എങ്ങനെയാണോ ഗുജറാത്ത് നിലനിന്നത് ആ രീതിയിലേക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ബംഗാളും ആസാമും മാറുകയാണ്. ഇങ്ങനെ മാറുമ്പോൾ ഇവിടെ നിന്നുമുള്ള ഒരു നേതാക്കന്മാര് ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തി വർദ്ധിക്കാൻ പോവുകയാണ്. ബംഗാള് കപ്പിനും ചുണ്ടനും ഇടയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട സംസ്ഥാനമാണ് ബംഗാൾ തീർച്ചയായിട്ടും 42 MP-മാരുള്ള വലിയ സംസ്ഥാനം, കോടിക്കണക്കിന് ജനങ്ങളുള്ള സംസ്ഥാനം. ആ സംസ്ഥാനത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ദേശീയ രാഷ്ട്രീയത്തെയും നിശ്ചയമായിട്ട് ബാധിക്കും. എന്തോ ഒരു രാഷ്ട്രീയ മാറ്റം കേന്ദ്രത്തിൽ ഉരുണ്ടുകൂടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങളും വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.